ഹായ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ലോങ് വീഡിയോ ചെയ്തുകൂടെ. അപ്പോൾ ഇന്നിപ്പോൾ ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രൈ ആണ്. ഇപ്പോൾ ഞാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ചിപ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പൂനെയിലേക്കുള്ള ഒരു ഉള്ള ഏരിയ കൂടിയുള്ള റോഡാണ്. റോഡ് ഭയങ്കര മോശമാണ്, റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ ആ വഴി പോട്ടെ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, പക്ഷേ ഭയങ്കര ചൂടാണുള്ളത്, ഇവിടെ ഭയങ്കര ചൂടാണ്. ആക്ച്വലി ഞാൻ ഈ റൂട്ട് വന്ന് പെട്ടതാണ്. എന്താ ചോദിച്ചാൽ മാപ്പിൽ കാണിച്ചു, പക്ഷേ ഈ ഏരിയയിൽ വന്നപ്പോഴാണ് ഇവിടെ അങ്ങനെ വല്ലാണ്ട് ജനവാസമൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. വണ്ടി എങ്ങാനും പഞ്ചറായാൽ പോലും കുടുങ്ങിപ്പോവും. എന്തായാലും വേറെ വഴിയില്ലല്ലോ, പോവാം. റോഡ് ഭാവിയിൽ ഇത് മെയിൻ റോഡാവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ സൈഡിലും മലയാണ്, രണ്ട് സൈഡിലും മലയാണ്. കണ്ടോ, ഈ സൈഡിലും മലയാണ്, ആ സൈഡിലും മലയാണ്. അവിടെ ഇവിടെയൊക്കെ വീട് വരുന്നുണ്ട്, എന്നാലും വല്ലാണ്ടൊരു ജനമില്ലാത്ത ഏരിയയാണ് തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഇതൊക്കെ റോഡ് പണി നടക്കണതിൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകണ വണ്ടി കേട്ടോ. ഇവിടെ ഒരു സ്കൂളുണ്ട് തോന്നുന്നു, കണ്ടോ, കുട്ടികളെയും കൊണ്ട് പോകണ ഒരു ചേച്ചി. അത്യാവശ്യം പഴയ വീടുകൾ കണ്ടോ. ഒരു റേഷൻ കട പോലത്തെ സാധനമൊക്കെ ഉണ്ട് ഇവിടെ. ഭാഗ്യം കടകളൊക്കെ ഉണ്ട് കേട്ടോ, പഞ്ചറടയ്ക്കുന്ന കടകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് റോഡ് എൻഡാണ്, ഇവിടെ നിന്ന് ഡീവിയേഷൻ എടുക്കാമെന്നാണ് പറയണത്. ഫുൾ മോശമായിട്ടുള്ള റോഡൊക്കെ ഉണ്ടോ, കട്ടർ. എന്തായാലും പോയേക്കാം. ആ ചേച്ചിയാക്കണ വണ്ടി കിടന്ന് ഉറങ്ങിപ്പോണ്, താഴെ വീഴുമോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു ചുരമാണ് കേട്ടോ, അതുകൊണ്ടാണ് 3 ഭാഗം മല പോലെ തോന്നിയതല്ല, മലയാണ്. പക്ഷേ വല്ലാണ്ട് വീതിയൊന്നും ഇല്ലാത്തൊരു ചുരമാണ്. ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഭാവിയിൽ ഇത് നല്ലൊരു റൂട്ടായിരിക്കും. പിന്നെ ആരും സഞ്ചരിക്കാത്ത പാതയിൽ കൂടി തന്നെ നമുക്ക് സഞ്ചരിച്ചെടുക്കാം. അയ്യോ, ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലല്ലേ ഈ റൂട്ടിൽ. മോനെ ചതിക്കല്ലോട്ടാ, നീ ചതിച്ചാൽ ഞാൻ വഴിയിൽ കിടക്കും. എന്തായാലും ഇവനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത്യാവശ്യം കിലോമീറ്ററുകളെ ഓടിയിട്ടുണ്ട്. മോനെ എനിക്ക് വേണമെങ്കിൽ ചിപ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് എനിക്കിന്ന് വേണമെങ്കിൽ ചിപ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് മുംബൈയിലേക്ക് 261 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ വഴി നേരെ മുംബൈയിലേക്ക് പോകാമായിരുന്നു. പക്ഷേ വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റുകൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, ഓയിൽ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് പോകുന്നതാണ്. എന്തായാലും പുതിയൊരു അനുഭവമാണ്, ഒരു വെറൈറ്റി റോഡാണ്. എല്ലാവരും NH66 കൂടി പോകുമ്പോൾ നമുക്കൊന്ന് വെറൈറ്റി പിടിച്ചിട്ട് കാട്ടിലൂടെ പോയോക്കാം. നല്ല റൂട്ടാട്ടാ. നമ്മളെ നാട്ടിലെ നാടുകാണി ചുരല്ലേ, ആ നാടുകാണി ചുരം പോലെ ഉണ്ട്. കുറച്ച് മുകളിലെത്തിയപ്പോൾ ഒരു ജനവാസ മേഖല എത്തിയിട്ടുണ്ട്. അമ്പലമൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടുത്തെ വീടുകളാണ് കേട്ടോ, അതൊക്കെ സാധാരണ ഒരു വീടുകൾ. അയ്യോ, ഏതാ വ്യൂ, മലേൻ്റെ താഴ്വാരത്ത് എന്താ വീട്. ഇത് ചേച്ചി പോണു. ഭയങ്കര ഡേഞ്ചർ റൂട്ടാട്ടാ. കണ്ടാ, ഞാൻ പോണേൻ്റെ എപ്പോഴോ വീണതാ ഒരു പാറക്കഷ്ണങ്ങളാ. ഇതേ മല, നല്ല വ്യൂ ആണ് കേട്ടോ, താഴ്വാരത്തെ വ്യൂ. ഒരു ഹോട്ടലൊക്കെ കണ്ടു. ഇവിടെ നിന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോട്ടലിലത്തെ ഏട്ടൻ പറഞ്ഞു അപ്പോൾ
പാറക്കല്ല് ഏത് സമയവും താഴത്തേക്ക് വീഴും, ചിലപ്പോൾ കാറ്റുള്ള സമയത്തൊക്കെ താഴത്തേക്ക് വീഴുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റൂട്ട് ഭയങ്കര ഡേഞ്ചറാണ്, ആരും വരണ്ട കേട്ടോ. കണ്ടോ റൂട്ട് ഇതേപോലെ വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് പോണത്. വലിയൊരു വളവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കുന്നാണിത്. ഇതിൻ്റെ പേര് ഞാനൊന്ന്, കാരണം ഇവിടെ നെറ്റില്ല, അത് ഞാനൊന്ന് നെറ്റിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാനിത് ഇങ്ങനെ ഒരു കുന്നായിരിക്കും, മലച്ചോരയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ അതേപോലെ ബോർഡുണ്ട് കണ്ടോ. ഇതിൻ്റെ ഹിന്ദി വാക്കും എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ പാറക്കല്ല് വീഴാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ച് പോവുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ എന്തായാലും പോയി നോക്കാം. കണ്ടോ മലയാണ്, കണ്ടോ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ഒക്കെ കണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 54 കിലോമീറ്റർ ഉണ്ട് ഈ ചുരം അവസാനിക്കണമെങ്കിൽ എന്നാണ് പറയുന്നത്. 54 കിലോമീറ്റർ കൂടി ഉണ്ടല്ലോ ഈ ചുരം. 102 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പൂനെയിലേക്ക്. അപ്പോൾ പൂനെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഒരു വാട്ടർ റിസർവെയർ പോലത്തെ സംഭവം കണ്ട്. ഇവ മലേൻ്റെ താഴ്വാരത്തിൽ നല്ലൊരു തടാകം പോലത്തെ സംഭവം. വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒരു വണ്ടി മറിഞ്ഞിട്ടുണ്ട്. ഡേഞ്ചർ റൂട്ടാണിത്. ഇവിടെ നിന്ന് വണ്ടി മറിഞ്ഞ് കിടക്കുന്നുണ്ട് കണ്ടോ. ഏതൊക്കെയോ കാടൻ വഴിയാണല്ലോ. എൻ്റെ മുന്നോ ഈ മല അവസാനിക്കുന്നില്ലല്ലോ. എത്ര ദൂരം പോകണാവോ നോക്കട്ടെ. അങ്ങനെ ഡേഞ്ചർ സോൺ അവസാനിച്ചു, സമുദ്രനിരപ്പിലെത്തി. നല്ല ചെറിയൊരു പട്ടണം, ഒരു ഉൾനാടൻ പട്ടണം കേട്ടത്. ഹോട്ടലൊക്കെ ഉണ്ട്, നല്ല രസം. തരിശ് ഭൂമിയാണെങ്കിലും ഈ ഏരിയയിലെ ആൾക്കാരെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് കേട്ടോ. ചോളം, കരിമ്പ്, അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ നാട്ടിലത്തെ ആൾക്കാർ. കണ്ടോ ഇത് ചോളം. ഇത് ചോളം വിതയ്ക്കാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ട പാടം. അപ്പോൾ ഇവിടെ നിന്ന് സത്താറ പൂനെ ഹൈവേയിലേക്ക് 19 കിലോമീറ്റർ. ഇപ്പോൾ പക്ക നാട്ടുപ്രദേശത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിച്ച ഹിന്ദി അല്ല ഗൈസ് ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നത്. പിന്നെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം. പിന്നെ അവർക്കും ഇംഗ്ലീഷ് അറിയില്ല, എനിക്കും ഇംഗ്ലീഷ് അറിയില്ല. അതോ നാട്ടുപുറത്തുള്ള ആണ് ചോളക്കൃഷി. ഈ പാലത്തിൻ്റെ താഴെതാ നല്ലൊരു ചെറിയൊരു അണക്കെട്ട് പോലത്തെ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അണക്കെട്ടിലുള്ള വെള്ളം കൊണ്ടാണ് ഇവിടെയുള്ള ഈ ചോളം അങ്ങനത്തെ കൃഷികളില്ലേ, കൃഷികൾക്കുള്ള എല്ലാ വെള്ളം ഈ ഒരു നദി അവർ കെട്ടി നിർത്തി. അതുകൊണ്ടാണ് ഇവരെല്ലാം യൂസ് ചെയ്യണത് കേട്ടോ, ഈ നാട്ടുകാർ മൊത്തം. ഓൾമോസ്റ്റ് ഒരു 19-20 കിലോമീറ്റർ എത്തിയപ്പോഴേക്ക് ഭോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പൂനെക്ക് 60 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു പട്ടണമാണ്. ഇവിടെ ഒരു കോളേജൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഒക്കെ കണ്ടോ, ഭയങ്കര പരിതാപകരമാണ് കേട്ടോ. ഒരു ബാർബർ ഷോപ്പ്, ഒരു കൂൾ ഡ്രിങ്ക്സ് വെക്കുന്ന കട, വർക്ക്ഷോപ്പ്.
ഈ ബൊഹോറിലെ ആൾക്കാരെ പ്രധാന വരുമാന മാർഗം കൃഷി തന്നെയാണ് കേട്ടോ. നല്ലൊരു വീട്, അതിന് മുമ്പ് തന്നെയാണ് അവരെ കൃഷിപ്പാടം. അപ്പോൾ ബൊഹോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സത്താറ പറഞ്ഞ സ്ഥലത്തെത്തി. അവിടുന്ന് പൂനെക്കുള്ള റോട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക. സത്താറ ടു പൂന 48 കിലോമീറ്റർ. അപ്പോൾ NH965DD അങ്ങനെയാണ് ഇതിൽ കാണിക്കണേ പട്ടണം. പൂനെ എത്തണേൻ്റെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഹോട്ടൽ സമുച്ചയം കണ്ട്. അപ്പോൾ അവിടെ കയറാമെന്ന് കരുതി. മഹാലക്ഷ്മി മഹാരാഷ്ട്രൻ താലി കഴിച്ചു നോക്കാം. അപ്പം മഹാരാഷ്ട്രയിൽ വന്നിട്ട് മഹാരാഷ്ട്രൻ താലി കഴിച്ചിട്ടില്ല എന്ന് വേണ്ട, അതായത് ഊണിട്ടാ, അതിനാണ് ഇവിടെ താലി എന്ന് പറയുന്നത്. മെനുവിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്കത് അറിയാത്തതുകൊണ്ടും അത് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടും അതൊന്നും പറയാനില്ല. വെജിറ്റേറിയൻ തന്നെയാണ്. ഈ നോർത്ത് ഇന്ത്യ കയറിയ മാക്സിമം ചിക്കൻ ഐറ്റംസ് നമുക്ക് ഒന്ന് ഒഴിവാക്കാൻ നോക്കുക. കാരണം ഇവർ എത്ര ദിവസം ഫ്രീസറിൽ വെച്ചാന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ വിഷയമൊന്നുമില്ല, നോൺ വെജ് ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻ തന്നെ പിടിക്കാം, കാരണം ഇല്ലെങ്കിൽ വയറിന് ആണ്. മഹാരാഷ്ട്രൻ താലി, പക്ഷേ റൈസ് ഒന്നുമില്ലല്ലോ. ചോദിച്ചു നോക്കട്ടെ. കുറച്ച് റൈസ് കൊണ്ട് തന്നേക്കണു, നോക്കട്ടെ, കഴിച്ചു നോക്കാം, എന്നിട്ട് ടേസ്റ്റ് പറയാം.